സുഗുണനൊരു ഫുൾ ചായ എടുക്കട്ടെ? ഒരു ഫുൾ ചായ എടുക്കാറായടാ നീ. ദേവഹിന്ദുഭൂതം എന്താ ഇത്? നീല നിറം. നീല നിറോ? മിണ്ടരുത്. അപ്പൊ കണിവെച്ചതിൽ ഒന്ന് ഇതായിരുന്നല്ലേ? എന്തായിരുന്നെന്ന് എനിക്കറിയാം എല്ലാത്തിനെയും. പിള്ളേര് കണി കാണിച്ചെന്നറിഞ്ഞ് എന്താ കാണിച്ചത്? വാ കാണിച്ചു തരാം. ഓ അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. സുഗുണം പോകരുത്. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? വൃത്തികേട് ആണല്ലോ. ഇതിലും വൃത്തികെട്ട 5 എണ്ണമാണ് ഞാൻ കണ്ടത്. അതിലൊന്ന് നീല നിറം. നീല നിറം? അതാർക്കാ നീല നിറത്തില്? കേസ് കൊടുക്കണം പിള്ളേച്ചാ. പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ 5 പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് തിരിച്ചു നിർത്തിയ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തിയാ പോരെ? ശരിയാണ്. നീല നിറത്തിലുണ്ടല്ലോ ഒരെണ്ണം. അതേതായാലും അധികമാർക്കും കാണില്ല. കണ്ടുപിടിക്കാനോ എളുപ്പമാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് 4 പൊട്ടിക്കണം. ഇന്നവർ പിന്നാമ്പറം കാണിച്ചു, നാളെ ഉമ്മറം കാണിച്ചാലോ? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാവല്ലോ. രണ്ടും ഒന്നല്ലേ? ആ കള്ള മീശമാധവനെയും കൂട്ടുകാരെയും ചോണയുള്ള പോലീസാണെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിട്ട് 4 ചാമ്പിയാമ്പ്. പോലീസിന് പിള്ളേച്ചന്റെ അത്ര ചൊണയില്ല, അത് സത്യ. ഇത് പഴയ കാലൊന്നും അല്ല പിള്ളേച്ച. വേറെ വല്ല വകുപ്പും ചേർത്ത് അവനെ 3-4 മാസം ഉള്ളി തള്ളാൻ നമ്പൂരിശം പോലീസിന് എന്ത് തരണം? പറഞ്ഞോളൂ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം. പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിംഗ് സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞ അവർക്ക് തള്ളിക്കളയാനാവില്ല. അന്ന് കള്ളവണ്ടി കേറി പാതി വഴിക്ക് ഇറക്കി വിട്ടില്ലേ? അതിനുശേഷം തിരുവനന്തപുരം കാണാൻ പോയോ ത്രിവിക്രമ? ഉസ്തല്ലേ, തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ വേണമെങ്കിലും അവിടെ തന്നെ കാണാം. പുതിയ SI വന്ന് ചാർജ് എടുക്കുന്നവരെയുള്ള തന്റെ ഹെഡ് കോൺസ്റ്റബിൾ ഭരണം അത് മറക്കണ്ട. പിള്ളേച്ച, ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കാം, അല്ലാതെ കേസാക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അപ്പോ തുണിപൊക്കി കാണിച്ച ഇവിടെ കേസൊന്നും ഇല്ലല്ലേ? ഇല്ല. പിള്ളേച്ച, ലീഡറിന്റെ നമ്പർ മാറിയോ? എന്താ പിള്ളേച്ച? ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. വീണു. മാധവ, ഒന്ന് നിന്നേ. നിന്റെ കിണ്ടി ഉണ്ടാവൂടാ ഒന്നെടുക്കാൻ? അതെ അതെ, കട്ട മുതൽ തന്നെ വാങ്ങണം. കിണ്ടി വരണുണ്ട്, പക്ഷെ അത് ഓമനടുത്തേക്ക് പറ്റില്ല. വില ഇത്തിരി കൂടുതലാ. വില നോക്കണ്ട ഓമനടുത്ത്. ഇവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയണല്ല. ഇതുപോലൊരു കിണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു കിണ്ടി എന്ന് പറഞ്ഞാൽ 1.5 കിണ്ടി വരുന്നേ. ഓ, ഒരുപാട് വലുതായാലും പാടാന്നേ, എടുത്ത് പെരുമാറണ്ടല്ലേ? ഇതൊക്കെ വലിപ്പവും പാകവും നോക്കി എടുക്കാൻ പറ്റും ഓമനടുത്ത്. പാദസരമുണ്ടോ മാധവേട്ടാ? ഒരു കിരീടമുണ്ട്, വേണ? യേശുക്രിസ്തു ഉപയോഗിച്ചതാ മുൾക്കിരീടേ. ഓടവിടുന്ന്. പാദസരത്തിനൊക്കെ ആളുണ്ടെന്ന് ആരറിഞ്ഞു? ഞാനത് നോക്കട്ടെ. കൊണ്ടുവന്ന് വാങ്ങിക്കോ. ഫാഷനുള്ളത് വേണം. അത് ഞാൻ ഏറ്റു. അപ്പൊ എനിക്ക് കിണ്ടിയോ? കൊണ്ടുവരാം. അവൻ മീശ വിരിച്ചിട്ടുണ്ട്, കൊള്ള കിണ്ടി പോവാതെ നോക്കിക്കോ. വെറുതെ എല്ലാ നാട്ടില് കള്ളന്മാര് പെരുകുന്നത്. നല്ല പ്രോത്സാഹനമല്ലേ? എന്താ എടാ, കക്കുന്നതിനേക്കാൾ തെറ്റാണ് കട്ട മുതൽ വാങ്ങി ഉപയോഗിക്കുന്നത് കേട്ടാ. ആണോ? നല്ല വാച്ചങ്ങട് ഊരി. ഒരു തമാശ പറഞ്ഞപ്പോ വാച്ചൂരാൻ പറയും. അങ്ങനെയാണെങ്കിൽ സൈക്കിളിൽ തന്നെ കയറി നടക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസിഡന്റ് വരും. മാധവ, ഒരു 10 രൂപ ഗുരുദക്ഷിണായിട്ട് ചെന്നേ. ഇപ്പൊ തരാ എന്നാ പിന്നെ തരാ. ഗുരുദക്ഷിണ കൊറേ ആയിട്ടാ. എവിടേക്കാ? ചങ്ങരക്കുളത്തേക്കാ. അവിടെ എന്താ? ഗോവിന്ദന്റെ മോളുടെ കല്യാണമല്ലേ? അത് നാളെ അല്ലേ? ഇപ്പൊ വെച്ച് പിടിപ്പിച്ചാൽ ഈ കാലം കൊണ്ട് നാളെ കാലത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ചേച്ചി അവള് കാലത്ത് വന്നാ മതിയല്ലോ. ആണി എന്റെ കാലിലല്ലേ? ഇത് പറഞ്ഞേ സൂക്ഷിച്ച്. മുള്ളാണി തുപ്പിയ പപ്പയുടെ കാലിൽ ഇപ്പൊ നിറയെ ആണിയാ. മീശമാധവൻ ആരെങ്കിലും നോക്കി മീശ പിരിച്ചിട്ടുണ്ടോ അന്ന് അവന്റെ വീട്ടിൽ കേറിയിരിക്കും. അങ്ങനെ മീശ പിരിച്ച് പിരിച്ച് വയസ്സാം കാലത്ത് മേലാസകലം രോമം കേറി ആൾക്കുരങ്ങിനെ പോലെയാകും. പക്ഷെ പപ്പേട്ടനെ പോലെ കട്ടപ്പെടേണ്ടി വരില്ല മോനെ. സർക്കസിൽ പോകാം. ദേവഹിന്ദുഭൂതം വർഷ മംഗളഗോളം. ഓമനടുത്തേ ഇനി കിണ്ടിയില്ല എന്നുള്ളൊരു കുറവ് വേണ്ട. ഇത് എവിടുത്തെയാടാ? എവിടുത്തെ ആയാലും എന്താ, ഇവിടെ ആരും അന്വേഷിച്ച് വരാനൊന്നും പോണില്ല. എടാ കാശിപ്പോ? കാശൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എടാ നിക്കടാ, ചായ കുടിച്ചിട്ട് പോ. ചേച്ചി എന്താ ഇവിടെ ചൂടില്ലേ? ശരിക്കും വീശിക്കലോട്ടോ, കാറ്റ് പാറായിരിക്കല്ലേ. ഓമനടുത്തേ ഞാൻ പോവാ.
ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. എടാ മാധവ നിക്ക്, ചായ കുടിച്ചിട്ട് പോടാ. ഓ ഈ ചെക്കന്റെ ഒരു കാര്യം. അയ്യോ അയ്യോ എന്റെ ഉരുളി. നിനക്കത് വേണടേ. അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? അത്താഴ ഭക്ഷണിക്കാരുണ്ടോ? ഉണ്ടേ. എന്താ മോളെ, ആരാത്? അടിയനാണേ. വിളിക്കൊരു ബലം പോരല്ലോ. അത്താഴ പ്രശ്നക്കാരെങ്ങനെ കേൾക്കും? വലിയ ബലം കൊടുക്കാണ്ട് തന്നെയാ. പഴയ ആചാരം തെറ്റിക്കണ്ടോ എന്ന് വിചാരിച്ച് വിളി മുടക്കില്ലാന്നേ ഉള്ളൂ. കേക്കടവർക്ക് അറിയില്ലോ അകത്തെ സ്ഥിതി. കാഴ്ചക്ക് വലിയ വീടും പത്തായൊക്കെ ഉണ്ട് ഇനി. എന്നെ ദാരിദ്ര്യം പറഞ്ഞു ബോധിപ്പിക്കൊന്നും വേണ്ടേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ കക്കാൻ കയറാൻ പോണില്ല. ഓടെ നിന്നെ ഇവിടെ അടക്കാ പേടി. നോക്കിയും കണ്ടൊക്കെ നടന്നോ? നിന്നെ പൊക്കാൻ തക്കം നോക്കി നടക്കുന്നുണ്ട് ചിലരൊക്കെ. മാലതി പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് കേട്ടു. കൈതക്കൽ നല്ലേ? ആ ഏടത്തേമ്മയുടെ ഒരു അകന്ന ബന്ധത്തിൽ പെട്ടതാ. ഇവൾക്കും ചില ആലോചനകളൊക്കെ വരുന്നുണ്ട്. ആലോചിക്കുമ്പോ ഉള്ളിലൊരു കാളിച്ച. ഡൗറിയും ചെലവും നിങ്ങളുടെ പോലൊന്നും അല്ല, ഒരുപാട് ചടങ്ങുകളാണേ. ഒന്നും കൊടുക്കാതെ കെട്ടിക്കാൻ പറ്റിയ ഒരാളുണ്ട്, നോക്കണം. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ആൾക്ക് മിക്കവാറും നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അത് സാരില്ല, പകലുണ്ടാവൂലോ. പക്ഷെ മോളുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ല, അമ്മായിപ്പിന്റെ അടുത്ത് ചിലപ്പോ ഉണ്ടാവും. സ്റ്റേഷനിലൊക്കെ ആയിട്ട്. അയാളും പോലീസിലാ? ഇടയ്ക്കൊക്കെ പോലീസിലാവും. മനസ്സിലായില്ല. കള്ളനാ, പേര് മാധവൻ. ഞാനാ. എനിക്ക് ഡൗറി ഒന്നും വേണ്ട, വല്ല ഡവറയും ഉണ്ടെങ്കിൽ കിണ്ടിയും. എന്താണ് പ്രഭയുടെ അഭിപ്രായം? അല്ല വെയില് താന്നിട്ട് ഇറങ്ങിയ പോരെ അമ്മാവ? അല്ല, ഇറങ്ങട്ടെ. ദൂരം ഒരുപാടുള്ളതല്ലേ. എവിടെ നമ്മുടെ കുട്ടി? മാലതി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി എന്നാ. സോമൻ ഇപ്പൊ തന്നെ അവളെ കൂടെ കൂട്ടിയെ കൊള്ളാന്നുണ്ട്. പെണ്ണിന് നാണം വന്നു. ഏട്ടനെ ഞാൻ ഇന്നലെ കൂടി ഫോൺ ചെയ്തല്ലേ. ഒരു സൂചനയിലും തന്നിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ പറയായിരുന്നില്ലേ. 42 വയസ്സ്, ജോലിയില്ല, ഒരു മണ്ണാങ്കട്ടില്ല, വെറുതെ വായിലൊക്കെ അടക്കണവൻ. ഒരു പൊടിക്ക് കിറുക്കുണ്ടോന്ന് കൂടി സംശയമുണ്ട്. സോമന് ഇപ്പൊ കിറക്കൊന്നുമില്ല. ആഹാ, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം പെങ്ങളല്ലേ ഏട്ടാ. ബാക്കിയുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്നതിന് മുമ്പ് അവനവന്റെ യോഗ്യത കൂടിയൊന്ന് നോക്കണം. യോഗ്യന്മാര് 3-4 കൂട്ടര് വന്നാണല്ലോ. എന്തേ അവർക്കൊന്നും പെങ്ങളെ ബോധിക്കാഞ്ഞത്? സിന്ധു, പിന്നെന്താ, ഞാൻ മാലിനെ വെട്ടിച്ചാടിക്കാൻ നോക്കാന്നല്ലേ അവൻ പറഞ്ഞു വരുന്നത്. സഹായിക്കാൻ വന്നതാ. എനിക്കിത് വേണം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കക്കാനും പിടിച്ചു പറിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു പെങ്ങളുടെ കാര്യം. ഇളയച്ചൻ കള്ളനാണെന്നും പറഞ്ഞ് എന്റെ ഇന്ദുമോ കൂടി ഗതി വരുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഇവന്റെ വർത്താനം കേട്ട് തുർക്കിന്ന് രാജകുമാരൻ വരുമെന്ന് വെച്ച് കാത്തിരുന്നു. നീ ഇവിടെ കിടന്ന് ചീഞ്ഞു പോവുള്ളൂ. മാറങ്ങോട്ട്. ആ പാലെടുത്തോളൂ, സൂക്ഷിച്ച്. ഇനി ഏട്ടനൊട്ടും വൈകിക്കണ്ട. നാളെ തന്നെ പുറപ്പെട്ടോളൂ. എങ്ങോട്ട്? തുർക്കിക്ക് രാജകുമാരനെ നോക്കണ്ടേ? നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്കേ. അമ്മേ, ഞാൻ കാരണം എല്ലാം. നീ കാരണം ഒറ്റ കുഴപ്പം ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് നിന്റെ ഏട്ടന് പോസ്റ്റ് ഓഫീസിലൊരു പണിയുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ആത്മഹത്യാതെ ബാക്കിയുണ്ട്. വാ, ഒന്ന് കഞ്ഞി കുടിക്കാൻ നോക്ക്. അത്തിരി ചുട്ടി വിളമ്പി വിളിച്ചത് മുത്തളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ പിറയുമ്മ. ജി വിഷമിക്കാണ്ടിരിക്ക്. അവക്ക് നല്ലൊരു നാരിചക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യം ഞങ്ങൾ ഏറ്റ്. എന്താ ആരെ കൈമി താത്താനും വിശ്വാസമില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു നായരക്കനെ കണ്ടുപിടിച്ചാ പോരാ. നമുക്ക് ഈ തുർക്കി എന്നുള്ള രാജകുമാരനായ നായരക്കൻ തന്നെ വേണം. എന്താടി? രാസകുമാരനെങ്കിൽ രാസകുമാരൻ. എന്തിനാ ഇപ്പൊ കുറക്കണ്? പട്ടാളം പുരുഷോത്തമൻ. ഇതിലൊരു മാലയിട്ട് ചന്ദനത്തിരി കത്തിക്കാൻ നിനക്കെന്നാ യോഗം ഉണ്ടാവുക? എന്താ
അല്ല, അതിർത്തി യുദ്ധം ഉണ്ടായിരുന്നപ്പോ ഇവിടെ മനസമാധാനം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ പട്ടാളക്കാർ മരിച്ചാൽ വിധവയ്ക്ക് നല്ല കാശ് കിട്ടും. നാവെടുത്ത ദുഷ്ടത്തരെ പറയുള്ളൂ. ആ, 4 കാശ് നിനക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ അത് കുറ്റമായിപ്പോയല്ലേ. ആ, മണ്ണെണ്ണേരി നാളെ എത്തിക്കാം. പഞ്ചസാരയും എന്തിനാ പഞ്ചസാര? എന്റെ പഞ്ചാര കട്ടി ഇവിടെ ഉള്ളപ്പോ എത്തിക്കാം. ഇതാ വഴിയല്ലേ? ആത്തെന്തായിരുന്നു പരിപാടി? അമ്പലത്തിലൊരു വഴിപാടിന്റെ കാര്യം പറഞ്ഞ. വഴിപാടായിരുന്നല്ലോ, നല്ല കാര്യമായിട്ടായിരുന്നല്ലോ. തോന്നിയസം പറയരുത്. തോന്നിയ ദിവസം കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിൽ എത്തിക്കണോ അല്ലേ? പുരുഷേട്ടനെങ്ങാനും അറിഞ്ഞാ പിള്ളേച്ചന്റെ ഫോട്ടോയില് മാലിട്ട് ചന്ദനത്തിൽ എത്തിക്കേണ്ടി വരും. വെട്ടി വെച്ച് ചതറിക്കും. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്. നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. എന്ത് തരും? എന്ത് വേണം? അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്ക് എഴുതി വാങ്ങിച്ച കുരുടിമുക്കിൽ 25 സെന്റ് സ്ഥലം. അയ്യോ മാധവ, അത് അയ്യോ മാധവ, അത് എഴുതി തരുമൊന്നും വേണ്ട. അവിടെ ഇത്തവണ എനിക്ക് വിത്തറക്കണം. അതെന്റെ ഒരു മോഹ. ഞാൻ പടവല വിട്ടിരിക്കുക. ആയിക്കോട്ടെ, അത് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് വിത്തറക്കാലോ. ഇറക്കാം. ഉറപ്പാടാം. പോകാൻ വരട്ടെ. ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും കൂടെ തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ആ, എന്നാ ചാടിക്കോ മോനെ. ഇന്ന് നീ അവിടെ കക്കാൻ കയറരുത്. ഇന്ന് അവിടുന്ന് എന്തെങ്കിലും പോയാൽ നാളെ അത് എന്റെ തലയിലാവും. ഓ, എന്നാ മറ്റന്നാളാവാം. അതിന്റെ പിറ്റേന്ന് എന്റെ തലയിലാവും. സ്ഥിരാണല്ലേ. ചാടിക്ക. എന്നാൽ ഇവന്മാരങ്ങനെ ചങ്ങാതിമാരായി. ഇത് വലിയ അതിശയം തന്നെയാണ്. ഇനി അവിടെ കൃഷി എങ്ങനെയാണെന്നറിയോ? ഒറ്റവേളയല്ല. ആ 25 സെന്റ് 4ആയിട്ട് തിരിക്കും. ഒരു ഭാഗത്ത് പയറ്, ഒരു ഭാഗത്ത് പാവല്, ഇപ്പുറത്ത് മത്തൻ, അതിനടുത്ത് കുമ്പളം. കടുപ്പത്തിലൊരു ചായ. മത്തനും കുമ്പളം കൂടെ ഒന്നിച്ച് നടാൻ പോവേണോ? എന്തേ ഒരുമിച്ച് നട്ടാലെന്താ? കുമ്പളം മുളക്കില്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. കാർഷിക രംഗത്ത് ഈ വർഷം കനത്ത വിളവ്. എന്റെ അമ്മോ, കണ്ടോ ഇയാളാ തിരിയാത്ത പേരടിക്ക് നോക്കി ഒരു ഒറ്റ അടിയടി കോയക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തൻ കുത്തിയാ കുമ്പളം മുളക്കില്ല. അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. നീ എന്താടി കിളിക്കണത്? എന്താ ചിരിക്കാനും പാടില്ലേ? അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പിള്ളേച്ചന്റെ കുരുടിമുക്കൽ 25 സെന്റ് സ്ഥലത്തിൽ കൂടി മാധവനാ കൃഷി ഇറക്കണ്. അവര് വടക്ക് പറത്ത് ചെങ്ങൈമാരായില്ലേ? എപ്പോ? നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ. ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. 10:16 അവർ ചങ്ങാതിമാരായത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പൊ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ ചായ വേണ്ട. ലെഫ്റ്റ് പോട്ടെ. റൈറ്റ്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. നന്നായി. ജനിച്ചപ്പോ ഇട്ടതാ കഴുത്തലി മകുടം. മരണം വരെ അത് അവിടെ ഉണ്ടാകണേ ഈശ്വരാ.